ചില ആർക്കിടെക്ട്സും ഇൻറ്റീരിയർ ഡിസൈനേഴ്സും ഒക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയാൽ മാത്രമേ പ്രോജക്റ്റുകൾ നന്നാവൂ എന്ന്. ശരിയാണ്, ഗൃഹനിർമ്മാണത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചവരാണ്. അവർക്ക് പരിപൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു കയ്യൊപ്പ് പതിയുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും വീട്ടിൽ താമസിക്കാൻ പോകുന്ന ആളുകളുടെ ആശയങ്ങളും ആഗ്രഹങ്ങളും സർവോപരി ആവശ്യങ്ങളും മനസ്സിലാക്കാതെ വയ്ക്കുന്ന വീടുകളാവുന്നില്ല, വെറും കെട്ടിടങ്ങൾ മാത്രമേ ആകും. വീടിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ വട്ടപ്പാറയിലുള്ള ഡോക്ടർ റെന്നിസിൻ്റെയും ജിബി ഉമയ്യയുടെയും ഹയാത്ത് എന്ന വീട്. ഹയാത്ത് എന്നാൽ ജീവിതം എന്നാണ് അർത്ഥം. മഞ്ചേരി നിർമ്മാൺ ഡിസൈൻസിലെ ഫൈസൽ നിർമ്മാൺ രൂപകൽപ്പന ചെയ്ത വീടാണിത്. കാണാം ഹയാത്ത്. തികച്ചും ഫ്ലാറ്റ് റൂഫ് ആയിട്ടുള്ള ഒരു വീട് വേണം എന്നുള്ളതായിരുന്നു ഗൃഹനാഥൻ്റെ ഒരു പ്രധാനപ്പെട്ട റിക്വയർമെൻറ്റ്. അപ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലാറ്റ് റൂഫിൽ വീട് ചെയ്യുമ്പോൾ ഉള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്റ്റീരിയറിനെ ഭംഗിയുള്ളതാക്കാൻ വേണ്ടി പലപ്പോഴും പല ഫിനിഷസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അത്തരത്തിൽ ഒരുപാട് ഫിനിഷസിനെ ഭംഗിയായി സംയോജിപ്പിച്ച് ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഈ വീടിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത്. പെയിൻറ്റ് ഫിനിഷിനോടൊപ്പം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് നാച്ചുറൽ സ്റ്റോൺ ആണ്, അതായത് സ്ലേറ്റ് സ്റ്റോണിനെ ക്ലാഡിങ് ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നു. അതുപോലെ മറ്റൊരു ഫിനിഷ് എന്ന് പറയുന്നത് ടെക്സ്ചർ വർക്കാണ്. നമുക്ക് എലിവേഷനിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് ദൃശ്യമായിട്ടുള്ള പില്ലേഴ്സ് അല്ലെങ്കിൽ ഒരു പർഗോളയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സിമെൻറ്റ് പില്ലേഴ്സ് നമുക്ക് പെട്ടെന്ന് തോന്നും, പക്ഷേ അതൊരു ടെക്സ്ചർ വർക്കിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ വുഡൻ കോമ്പോസിറ്റ് പാനൽസും 1-2 ഇടങ്ങളിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ വരുന്നത് തന്നെയാണ് എലിവേഷൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അതുപോലെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം, താരതമ്യേന പൊക്കം ഹൈറ്റ് കുറഞ്ഞ ഒരു എലിവേഷനാണ് വീടിൻ്റേത്. ഏതാണ്ട് ഒരു നിലയാണെന്ന് മാത്രമേ നമുക്ക് പെട്ടെന്ന് തോന്നുള്ളൂ. ഏതാണ്ട് 33 സെൻറ്റുള്ള ഒരു പ്ലോട്ടിലാണ് 3100 സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് നിൽക്കുന്നത്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളെയൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് വീട് പണിതിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഗേറ്റിൽ നിന്ന് കയറി വരുമ്പോൾ വീടിൻ്റെ ആ ഒരു മെയിൻ വ്യൂ, എലിവേഷൻ്റെ മെയിൻ വ്യൂയുടെ ഒത്ത നടുഭാഗത്തായിട്ടൊരു വലിയ തെങ്ങ് നിൽപ്പുണ്ട്. അതിനെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ പറമ്പിൽ ഒരുപാട് കവുങ്ങുകൾ നിൽപ്പുണ്ട്, അതുമൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. കായ്ഫലമുള്ള സപ്പോട്ട, മാവ്, അങ്ങനെ ഒത്തിരി മരങ്ങൾ. അതുകൂടാതെ ഒരു കണ്ടംപററി ശൈലിയിലുള്ള ഒരു വീടാണ്. അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഫോക്സ് ടെയിൽ പാമ്പുകൾ വെച്ചിട്ടുണ്ട്, അതുപോലെ മുളകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ ഈ ഒരു വീടിനോട് ശരിക്കും ചേർന്ന് നിൽക്കുന്ന ലാൻഡ്സ്കേപ്പിംഗ് എലമെൻറ്റ്സ് തന്നെയാണ്. അതുപോലെ ഈ ലാൻഡ്സ്കേപ്പിങ്ങിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് ഒരു വീട്ടിൽ നിന്ന് കംപ്ലീറ്റ്ലി വേറിട്ട് നിൽക്കുന്ന ഒരു ഗരാജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവ് വേയിലൂടെ വന്ന് ഗരാജിനുള്ളിലേക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ്. അതല്ലാതെ ഒരു പ്രത്യേകം കാർ പോർച്ച് നൽകിയിട്ടില്ല. അപ്പോൾ ഈ ചെടികളുമൊക്കെ നിൽക്കുന്ന ആ ഒരു ഏരിയ അല്ലാതെ ബാക്കിയുള്ള സ്ഥലത്ത് കോട്ട സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ബോർഡേഴ്സായിട്ട് ലോണും നൽകിയിരിക്കുന്നു. അതുകൂടാതെ വീടിനോട് കുറച്ചുകൂടി ചേർന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീടിന് ചുറ്റും ഒരു സ്കേറ്റിംഗ് പാത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഗൃഹനാഥൻ്റെ ഒരു സ്പെസിഫിക് റിക്വയർമെൻ്റ് ആയിരുന്നു, കുട്ടികൾക്ക് സ്കേറ്റിംഗ് ചെയ്യാൻ വേണ്ടി വീടിന് ചുറ്റും ഇപ്പോൾ ഈ കോട്ട സ്റ്റോൺ വെച്ച് തന്നെ അത്തരത്തിലുള്ളൊരു പാത്ത് ചെയ്തെടുത്തിരിക്കുന്നു. ശരിക്കും ലാൻഡ്സ്കേപ്പിംഗ് പ്ലോട്ടിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ വീടിനുള്ളിലേക്ക് ലാൻഡ്സ്കേപ്പ് കടന്നു വരുന്ന ഒരു കാഴ്ച പോലെയാണ്. ഇത് കണ്ടോ, വീടിനോട് ചേർന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. നമ്മൾ എലിവേഷനിൽ കണ്ട ടെക്സ്ചർ വർക്ക് ചെയ്ത പില്ലേഴ്സും ഇവിടെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് ദൃശ്യമാണ്. നമ്മൾ എലിവേഷനിൽ കണ്ട ആ ഒരു സ്ലേറ്റ് സ്റ്റോൺ, അതിൻ്റെ ആ ഒരു ചാരുത തന്നെയാണ് ഈ സിറ്റ് ഔട്ടിൻ്റെയും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ CNC കട്ടിങ് ചെയ്ത നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത ഒരു വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേ വർക്ക് തന്നെ ശരിക്കും സീലിങ്ങിലും വന്നിട്ടുണ്ട്. അപ്പം അത് LED ലൈറ്റ്സ് ഒക്കെ കൊടുത്താണ് അതിനെ കൂടുതൽ ഭംഗിയാക്കിയിരിക്കുന്നത്. ഫേർണിച്ചർ കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇൻബിൽറ്റ് ആയിട്ട് മാർബിൾ കൗണ്ടർ ടോപ്പ് ആയിട്ട് കൊടുത്ത് സീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന് താഴത്തെ സ്പേസ് ഫുട്വെയർ റാക്ക് എന്നുള്ള രീതിയിലും ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്ന് തന്നെയാണ് ഒരു പ്രധാന വാതിലിലേക്കുള്ള ഒരു എൻട്രി.
ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റ് വെച്ച ആശയം എന്ന് പറയുമ്പോൾ 33 സെൻറ്റായിരുന്നു ഈ പ്ലോട്ടിൻ്റെ ഒരു വിസ്തീർണം. അതിൽ സമകാലിക ഡിസൈൻ അനുയോജ്യമായ രൂപത്തിൽ അതിൽ മാക്സിമം ഫ്ലാറ്റ് റൂഫിന് പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു എക്സ്റ്റീരിയർ ഡിസൈനായിരുന്നു ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വെച്ച ഒരു ആശയം. പ്ലോട്ടിൻ്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് കിഴക്ക് ഭാഗം ഫേസ് ചെയ്തുകൊണ്ടായതുകൊണ്ട് അതിൻ്റെ ദിശയും അതുപോലെ തന്നെ കിച്ചൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൻ്റെ ഒരു ഡയറക്ഷൻ അതിലെ ഒരു ഫേസ് കിഴക്കോട്ടും തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ സൗകര്യങ്ങളും ശരിക്കും എല്ലാ ഭാഗത്തും ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു പ്രൈവസിയും അതുപോലെ തന്നെ വിശാലതയൊക്കെ കൊടുത്തുകൊണ്ട് ഡിസൈൻ ചെയ്യണം എന്നുള്ളതായിരുന്നു ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ആശയം. പ്രധാന വാതിൽ തുറന്ന് കയറി വരുമ്പോഴുള്ള ഫോയറിൽ നിന്ന് ഇടതു ഭാഗത്തേക്കായിട്ടാണ് ഈ ഒരു ഫോമൽ ലിവിംഗ് സ്പേസ് സജ്ജീകരിച്ചിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള ലാമ്പ് ഫിക്സ്ചേഴ്സാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. റെഡിമെയ്ഡ് ആയിട്ടുള്ളതുണ്ട്, കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ലാമ്പ് ഫിക്സ്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫേർണിച്ചർ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടുത്തെ കളർ സ്കീമിന് ചേരുന്ന രീതിയിലുള്ള ഫേർണിച്ചർ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ തീം എന്ന് പറയുന്നത് ശരിക്കും തരംഗങ്ങളാണ്. ഗൃഹനാഥന് ആ ഒരു വേവ്സ് എന്നുള്ള ആ ഒരു ആശയത്തോട് താല്പര്യമുള്ളതുകൊണ്ട് അത് ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമലായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ കാണുന്ന രീതിയിലുള്ളൊരു ഫോൾ സീലിങ്ങിന് പകരം പ്ലൈവുഡിനെ കട്ട് ചെയ്ത് CMC കട്ടിങ് ചെയ്ത് വെനീർ ഫിനിഷ് ചെയ്ത് അതിലൊരു വേവ് പാറ്റേൺ കൊടുത്താണ് ഇത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റിങ്ങിൻ്റെ സാധ്യതകളെയൊക്കെ അത് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഫ്ലോറിങ്ങിൻ്റെ ആ ഒരു പ്രൗഢി എടുത്ത് പറയേണ്ടതാണ്. ഡൈന സീരീസിലുള്ള ഇറ്റാലിയൻ മാർബിളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വേവ് പാറ്റേണിനോടുള്ള ഗൃഹനാഥൻ്റെ ഇഷ്ടം പറഞ്ഞല്ലോ, അതേ ആ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സീരീസ് ഓഫ് ടൈലിലും വരുന്നത്. അതുപോലെ ഫോമൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ വീടിൻ്റെ മറ്റ് സ്പേസസിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയയിലായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ഷേപ്പുള്ള കുറച്ച് ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട്, ക്യൂരിയോസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുണ്ട്, ഉൾട്ടാ ഷേപ്പാണ്, ഒന്ന് സി ആണെങ്കിൽ ഒന്ന് തിരിച്ച്. ഫോമൽ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ക്രമീകരണം വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡായ ചെയർ പ്ലസ് ബെഞ്ച് ആ ഒരു കോമ്പിനേഷനിലാണ് ഇവിടുത്തെ സീറ്റിംഗ് ചെയ്തെടുത്തിരിക്കുന്നത്. വുഡിന് തന്നെയാണ് ഫർണിച്ചറിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ പക്ഷേ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഫിക്സ്ചറാണ്. അതുപോലെ ഇവിടുത്തെ ബ്ലൈൻഡ്സും ഏറെ എടുത്തു പറയേണ്ട കാര്യമാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ യൂസ് ചെയ്തിട്ടുള്ളൊരു ബ്ലൈൻഡ്സും വെനീർ യൂസ് ചെയ്തിട്ട് വർക്കും ചെയ്തിരിക്കണം. അതുപോലെ ഒരു നോർമലി ഒരു ക്രോക്കറി ഷെൽഫൊക്കെ വരുന്ന ഒരു സ്ഥാനത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത്. GI ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പീസ് ഓഫ് ആർട്ട്. ഡൈനിങ് സ്പേസ് ഇരിക്കുന്ന ആ ഒരു ഹാളിൻ്റെ ഡൈനിങ് ഏരിയയുടെ ഒരു ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ കൊടുത്താണ് മിറർ ചെയ്തിരിക്കുന്നത്. അതുപോലെ മിറർ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വാളിനെ ആണെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്തിരിക്കും. നമ്മൾ ഇതുവരെ കണ്ട ആ ഒരു വേവ് പാറ്റേണിലുള്ള ആ ഒരു ഡിസൈൻ തന്നെയാണ്, പക്ഷേ വെള്ള നിറത്തിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് പ്രോമിനൻ്റ് ആയിട്ട് അല്ല നിൽക്കുന്നത്. ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതേ ഡിസൈൻ തന്നെ വെനീറിൽ ഒരു ഡീപ്പർ ഷെയ്ഡിൽ ചെയ്തെടുത്തിരിക്കുന്നുണ്ട്, കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പുറത്തെ സ്പേസസിൽ നിന്ന് ഒരു പ്രൈവസി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രോക്കൺ ഗ്ലാസ് ആണ് ഇടയ്ക്ക് ഫില്ലിംഗ് പോലെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഗ്ലാസ് ആയതുകൊണ്ട് ചെറിയൊരു ട്രാൻസ്പെറൻസി ഉണ്ട് താനും. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്ത് ഫ്ലോറിൽ വരെ ആ ഒരു ഡിമാർക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്സസറി ആയി തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് വീടിൻ്റെ മറ്റ് സ്പേസസിലേക്ക് പോകുന്ന ആ ഒരു കോറിഡോർ പോലെ ഒരു സ്ഥലത്ത് ഇവിടെയായിട്ട് ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് കണ്ടെത്തിയിരിക്കുന്നു. യൂഷ്വലി വേണമെങ്കിൽ ഒരു കോർട്ട്യാർഡൊക്കെയാണ് നമ്മൾ ലൈറ്റിനെ വീടിനുള്ളിലേക്ക് ആവാഹിക്കാൻ വേണ്ടിയിട്ട് പൊതുവെ ചെയ്ത് കാണാറ്. എന്നാൽ ഇവിടെ ഒരു കോർട്ട്യാർഡ് എന്നുള്ള രീതിയിൽ ഗ്രൗണ്ട് ലെവലിലൊന്നും ചെയ്തിട്ടെങ്കിലും ആ ഒരു ഡബിൾ ഹൈറ്റും അതുപോലെ പെർഗോളാസും ഒക്കെ കൊടുത്തിരിക്കുന്നത് നല്ലതുപോലെ ലൈറ്റ് ക്യാച്ച് ചെയ്യാനും അതുപോലെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോട്ട് എയറിന് ചൂടുവായുവിന് വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാനും ഒക്കെ ആ ഒരു സിസ്റ്റം സഹായിക്കുന്നു. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് സീലിംഗിലായിട്ട് കസ്റ്റമൈഡ് ആയിട്ട് ചെയ്തെടുത്ത ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു.
ഈ ഒരു സ്പേസിൽ നിന്ന് തന്നെ ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രിയാണ്. അവിടെയുള്ള ഈ ഒരു ചെറിയ സ്പേസിനെ പോലും ഒരു ഫങ്ഷണാലിറ്റിക്കായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ക്ലയൻറ്റിൻ്റെ ഡോക്ടറെ ഒരു ആശയത്തിനനുസരിച്ച് തന്നെയാണ് ഏകദേശം എല്ലാ കളർ ടോണുകളും അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ സ്വഭാവങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. വേവ് തരത്തിലുള്ള ഡിസൈനുകളോടൊക്കെ താല്പര്യം കൂടുതലായതുകൊണ്ട് പാനലിംഗ് ഏരിയയിലൊക്കെ ബാക്ക് ലൈറ്റൊക്കെ കൊടുത്തിട്ട് വേവ് തരത്തിലുള്ള ഡിസൈനുകൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ റൂമിൽ ഓരോ ആംഗിൾ വന്നു കഴിഞ്ഞാലും ക്ലയൻറ്റിൻ്റെ താല്പര്യാർത്ഥമുള്ള കുറച്ച് കസ്റ്റമൈസ്ഡ് ലൈറ്റിങ്, അതിലേറ്റവും കൂടുതൽ ഫ്ലോറിങ്ങിൽ ഡൈന സീരീസിലുള്ള മാർബിൾ ഉപയോഗിക്കാൻ തന്നെ കാരണം അതിനകത്ത് കുറച്ച് വേവ് പാറ്റേണുകൾ, ക്രീം ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും ഒക്കെ ക്ലയൻറ്റിന് കുറച്ചും കൂടെ സംതൃപ്തി കൊടുക്കുന്ന കളറാണെന്നുള്ള ഒരു ആശയം ക്ലയൻറ്റ് വെച്ചപ്പോൾ അതിനൊക്കെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു ഡിസൈനിലും നമ്മൾ ബാക്കി കാര്യങ്ങൾ നീക്കിയിരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആദ്യത്തെ ഒരു ബെഡ്റൂമാണിത്. ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ സ്കീമാണ് ഫേർണിഷിങ്സിലൂടെ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യം വെച്ചാൽ ലൈറ്റ് ഫിക്സ്ചേഴ്സാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വെനീർ ഫിനിഷുള്ള മെറൈൻ പ്ലൈവുഡിനെ പല പീസസ് ആക്കിയിട്ട് അതിനകത്ത് LED സ്ട്രിപ്സ് പിടിപ്പിച്ചിട്ട് ഒരു ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് വരുന്ന രീതിയിലുള്ള ഫിക്സ്ചേഴ്സായിട്ട് കൺവേർട്ട് ചെയ്ത് എടുത്തിരിക്കുന്നു. അത് തന്നെയാണ് കോട്ടൻ്റെ ഹെഡ് സൈഡിലും അതുപോലെ ഈ വശത്തുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. വാർഡ്രോബ്സും അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ ഉണ്ട്. പൂർണ്ണമായും ഓപ്പൺ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു അടുക്കളയാണ് ഇവിടുത്തേത്. ഫ്ലോറിൽ വന്നിട്ടുള്ള ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ആ ഒരു കളർ സ്കീം അതിനോട് തികച്ചും യോജിക്കുന്ന രീതിയിലുള്ള, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു ചോക്ലേറ്റ് ചിപ്പ് കുക്കിയൊക്കെ ഓർമ്മ വരുന്ന രീതിയിലുള്ള ഒരു ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ഇവിടുത്തെ കൗണ്ടർ ചെയ്തിരിക്കുന്നത്. ഒരു L ഷേപ്പ് ആയിട്ടുള്ള ഒരു സിമ്പിൾ കൗണ്ടറും അതുപോലെ കുറച്ച് മാറി വേറൊരു കൗണ്ടറും എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓവർ ഹെഡായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ താഴെയും കൊടുത്തിട്ടുണ്ട്. 2 ഫിനിഷിലുള്ള വെനീർ യോജിപ്പിച്ചാണ്. കാര്യം ഈ ഗ്രാനൈറ്റിൽ 2 ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വെനീറിലും 2 ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റോറേജ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ സ്ലേറ്റ് സ്റ്റോണും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെയിൻ വാളിൽ ഒരു എസ്തെറ്റിക് എലമെൻ്റ് ഉണ്ട്. കാര്യം ആ ഒരു കോമൺ ഏരിയാസിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല നോട്ടം കിട്ടുന്ന ഒരു വാളാണിത്. അപ്പോൾ അതിനൊന്ന് ബ്യൂട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ലേറ്റ് സ്റ്റോൺ എലമെൻറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ചെറിയ വർക്ക് ഏരിയ സ്റ്റോർ റൂം കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ തന്നെ സ്പേസ്ഡ് ഔട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച്മെൻ്റ് ആണെങ്കിലും അടുക്കളയുടെ സ്പേസിൽ നിന്ന് ഒരു സൈഡിലേക്ക് മാറി അല്ലെങ്കിൽ മറ്റ് സ്പേസസുമായിട്ട് കണക്ഷൻ വരുന്ന സ്പേസിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടേബിളിൻ്റെ കാലുകൾ നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടി കളർ ലെഗ്സ് ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്ര മനോഹരമായി ചെയ്തെടുത്തൊരു ബാക്ക് യാർഡിലേക്കാണ്. വെറുതെ ഒരു ബാക്ക് യാർഡ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, നല്ലൊരു സ്വിമ്മിംഗ് പൂളും ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളും അതിനോട് അനുബന്ധമായിട്ട് ഇരുന്ന് സായാഹ്നം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഒരു സ്പേസാണ്. അവിടെയായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലിവിങ്ങിൽ നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നിടത്ത് തന്നെ വേണമെങ്കിൽ കുട്ടികൾ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യുമ്പോൾ പേരൻസിന് ഇരുന്നൊന്ന് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് പൂളിലേക്ക് ഇറങ്ങണമെങ്കിൽ അതിനുവേണ്ടി ഒരു ബാത്റൂം സൗകര്യവും എല്ലാം കൊടുത്തിട്ടുണ്ട്. അടുക്കളയും അതുപോലെ ഇപ്പോൾ ഈ കാണുന്ന ഒരു ഫാമിലി ലിവിങ് സ്പേസും അത് ശരിക്കും ഒരു നീളൻ ഹാളിൻ്റെ 2 ഭാഗങ്ങളിലേക്കായിട്ടാണ്. ഇതിൻ്റെ നടുഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് ഫാമിലി ലിവിങ് സ്പേസിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് കണ്ട ഒരു ബ്രോക്കൺ ഗ്ലാസിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും നമുക്ക് ദൃശ്യമാകുന്നത് ഈ ഒരു സ്പേസിൽ നിന്നാണ്. കാര്യം TV-യുടെ ആ ഒരു ബാക്ക് ഡ്രോപ്പ് എന്നുള്ള രീതിയിലാണ് ആ ബ്രോക്കൺ ഗ്ലാസ് വരുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് വരുന്ന സ്പേസിനെ ഒരു ചെറിയ യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള ആക്സസും ഈ സീറ്റിങ്ങിന് പുറകിലൂടെയാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടീപ്പോയാണ്. 3 നിലകളിലായിട്ടുള്ള ഒരു കൺവേർട്ടബിൾ
ടീപ്പോയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെയായിട്ട് ഒരു ബെഡ്റൂം കൂടിയുണ്ട്. ഒരു ബേജ് ആൻഡ് ബ്രൗൺ കളർ സ്കീമിൽ ചെയ്തിരിക്കുന്ന മാസ്റ്റർ ബെഡ്റൂമാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കോട്ടൻ്റെ ഹെഡ് സൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഈ ആർട്ട് വർക്ക് ആയാലും അതുപോലെ ഇവിടുത്തെ ലൈറ്റ് ഫിക്സ്ചേഴ്സ് ആയാലും ഈ ഒരു ഹൈലൈറ്റഡ് വാളിൻ്റെ ഇരുവശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 കോണുകളിലായിട്ട് വേർട്ടിക്കലായിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ ഫോൾ സീലിങ്ങിലേക്കും അതേ ഷേപ്പിൽ പോകുന്നുണ്ട്, ഗ്യാപ്പ് പോകുന്നുണ്ട്. അതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് LED ലൈറ്റ്സും കൊടുത്തിരിക്കുന്നു. വളരെ വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ആയിട്ടൊരു ഡ്രസ്സിങ് ഏരിയയും അതുപോലെ ബാത്റൂമും നൽകിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു എക്സിറ്റ് ഡോർ ഉണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും സ്റ്റെപ്പ് ഔട്ട് ചെയ്യാവുന്ന രീതിയിൽ, അതായത് സ്വിമ്മിംഗ് പൂളിലേക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ ഒരു സീറ്റിംഗ് സ്പേസ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പുറത്തും കണ്ടെത്തിയിട്ടുണ്ട്. വളരെ എസ്തെറ്റിക്കലി ചെയ്തെടുത്ത ഒരു ഡ്രസ്സിങ് കം ബാത്റൂം സ്പേസാണിത്. സാമാന്യം വലിയൊരു സ്പേസിനെ ഒരു ഗ്ലാസ് സെപ്പറേഷൻ കൊടുത്ത് ഇവിടെ ഒരു ലോങ് കോറിഡോർ വാർഡ്രോബിനായിട്ടും ഗ്ലാസ് സെപ്പറേഷൻ അപ്പുറത്തേക്ക് ബാത്റൂം എന്നുള്ള രീതിയിലും ചെയ്തിരിക്കുകയാണ്. ബാത്റൂം സ്പേസിൽ തന്നെ വെറ്റ് ഏരിയയെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബേതിങ് സ്പേസിൽ മുകളിലായിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൈലൈറ്റ് ക്യാച്ച് ചെയ്ത് നല്ല പകൽ വെളിച്ചത്തിൽ സൂര്യപ്രകാശം ഏറ്റു നിന്ന് കുളിക്കാം. അതുപോലെ ഈ സൈഡിലായിട്ട് ഇമ്പോർട്ടഡ് ഫിറ്റിങ്സ് ഒക്കെ യൂസ് ചെയ്ത് വളരെ ലക്ഷൂറിയസ് ഫീലുള്ള രീതിയിൽ തന്നെയാണ് ടോയ്ലറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു എൻറ്റയർ മിറർ ഏരിയ സ്റ്റോൺ ക്ലാഡിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയായി ചെയ്തിരിക്കുന്നു. അതുപോലെ ഫ്ലോറിലും വാളിലും ഒക്കെ നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈവൻ സിങ്ക് പോലും ചെയ്തിരിക്കുന്നത് സ്റ്റോണിലാണ്. സ്റ്റെയർ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ ഒരു ലാമ്പ് ഫിക്സ്ചർ വെച്ചിരിക്കുന്നത്. ഇവിടെ പലയിടത്തും ലാമ്പ് ഫിക്സ്ചർ വോളാട്ടായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. താരതമ്യേന വീതി കുറഞ്ഞ പടികളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹാൻഡ് റെയിൽസ് ആയിട്ട് പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വുഡൻ ഫിനിഷുള്ള ബീംസും അതുപോലെ ഗ്ലാസും മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒട്ടും ട്രാൻസ്പെറൻസിയെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു ഹാൻഡ് റെയിൽ. സ്റ്റെയർ കേസിൻ്റെ ലാൻഡിംഗ് ഏരിയ വളരെ പ്രയോജനപ്രദമായി കിഡ്സ് സ്റ്റഡി സ്പേസ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. മൾട്ടിപ്പിൾ ഫങ്ഷനാലിറ്റി ഉള്ള ഒരു ഹാൻഡ് റെയിലാണ് കണ്ടോ. ക്യൂരിയോസ് അറേഞ്ച് ചെയ്യാം, ഷെൽഫാണ്, സ്റ്റോറേജ് ഉണ്ട്. അതുകൂടാതെ കയറി വരുമ്പോൾ ഒരു സെക്കൻഡ് ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസിൻ്റെ ഒരു ഹാൻഡ് റെയിൽ എന്നുള്ള രീതിയിലും ഫങ്ഷനാലിറ്റി ഉണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അപ്പർ ഫാമിലി ലിവിങ് ഏരിയയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ വാള് തന്നെയാണ്. നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു മെറ്റാലിക് ഫിനിഷുള്ള രീതിയിൽ സ്പെഷ്യൽ എഫക്ട്സ് പെയിൻറ്റ് യൂസ് ചെയ്ത് വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. അത് കൂടാതെ ഒരു വാൾ ആർട്ട് കം ലാമ്പ് ഫിക്സ്ചറായിട്ട് ഇതാ ഈ കസ്റ്റം മെയ്ഡായിട്ടുള്ള പീസും വെച്ചിരിക്കുന്നു. ഗൃഹനാഥൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം പേരക്കമ്പ് യൂസ് ചെയ്തിട്ട്, അത് ട്രീറ്റ് ചെയ്ത പേരക്കമ്പ് യൂസ് ചെയ്തിട്ടാണ് വെള്ള പെയിൻ്റ് അടിച്ച് ഇത്തരത്തിൽ അതിമനോഹരമായിട്ടുള്ള ഒരു പീസ് ചെയ്തെടുത്തത്. അതുപോലെ ഈ സ്പേസിൽ നിന്ന് അപ്പർ ലിവിങ്ങിൽ നിന്ന് തന്നെയാണ് നമ്മൾ താഴെ കണ്ട ഡബിൾ ഹൈറ്റ് ഏരിയയിലേക്ക് ആ ഒരു വ്യൂ കിട്ടുന്നത്. അപ്പോൾ ആ സ്പേസിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ്റൂം ഉണ്ട്, അത് കാണാം. ശരിക്കും ഈ പ്ലോട്ടിനകത്ത് പഴയ മരങ്ങളും തെങ്ങും അതുപോലെ തന്നെ കവുങ്ങും അങ്ങനത്തെ പഴയ മരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് ടോട്ടലി ഈ 33 സെൻറ്റിൻ്റെ സെൻട്രലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാനിനെ അലൈൻ ചെയ്തത്. അത് പടിഞ്ഞാറ് വശത്ത് നിന്ന് ശരിക്കും കാറ്റ് കിട്ടുന്ന രൂപത്തിൽ മാസ്റ്റർ ബെഡ്റൂമിനെ ആ ഒരു കന്നിമൂല എന്നുള്ള ആ ഒരു ഡയറക്ഷനിൽ മാസ്റ്റർ ബെഡ്റൂമും, അതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്ത് പൂള് ചെയ്യുന്നതുകൊണ്ട് കാറ്റിൻ്റെ ആ ഒരു തണുത്ത ഗതി ഫാമിലി ലിവിങ്ങിലേക്കും ഡൈനിങ്ങിലേക്കും കിട്ടുന്ന രൂപത്തിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കിഴക്ക് വശത്ത്
വ്യക്തമായ രൂപത്തിലൊരു ക്രോസ് വെന്റിലേഷനും പിന്നെ അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് പോർഷനിലേക്ക് ശരിക്ക് സ്കൈലൈറ്റിനെ കടത്തി കൊണ്ടുവരാനുള്ള കുറച്ച് എന്താ പറയുക പ്ലാനിങ്ങിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പ്ലാനിങ് സ്റ്റേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ശരി, വിശാലത മുഖമുദ്രയാക്കിയ ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ഫ്ലോറിൽ ഒരു ഡിമാർക്കേഷൻ കൊടുത്തിരിക്കുന്നു. കോട്ടിൻ്റെ ആ ഒരു എൻറ്റയർ സ്ട്രെച്ച് വുഡൻ പാനലിങ്ങും അതുപോലെ സൈഡിൽ നമ്മൾ താഴെ കണ്ട ഒരു ഇറ്റാലിയൻ മാർബിളും തന്നെ ചെയ്തിരിക്കുന്നു. കൂടാതെ സൈഡിലൊരു കോൺവെർസേഷന് പറ്റുന്ന രീതിയിൽ 2 ചെയർസ് കൊടുത്ത് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും നൽകിയിരിക്കുന്നു. ഇതൊരു ഹൈലൈറ്റ് ശരിക്കും ഈ പെർഗോളയാണ്. പോളികാർബണേറ്റ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. ഒട്ടും ട്രാൻസ്പെറൻസിയുടെ ഇഷ്യൂ ഇല്ല. ഫേർണിഷിങ്സിലൂടെ ഒരു പേർപ്പിൾ തീം ഈ റൂമിന് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് കൂടാതെ ഒരു ഡിസൈൻ കണ്ടിന്യൂറ്റി ഇവിടെ കാണുന്നത് വെച്ചാൽ ഇപ്പോൾ കോട്ടിൻ്റെ ഹെഡ് സൈഡിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. CNC കട്ടിങ് ചെയ്ത പ്ലൈവുഡിൽ CNC കട്ടിങ് ചെയ്ത വെനീർ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്കാണ്. അതിൻ്റെ പുറകിൽ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്ത ഒരു ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങിൻ്റെ പേർപ്പസും ഉണ്ട്, എന്നാൽ ഒരു ആർട്ടിൻ്റേതായിട്ടുള്ള ആ ഒരു ഭംഗിയുണ്ട്. ഇതേ ഡിസൈൻ തന്നെ കോട്ടിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു. അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിനുള്ളിലേക്ക് തന്നെ ഡ്രസ്സിങ് ഏരിയ വരുന്ന രീതിയിലുള്ള ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനുള്ള ബാത്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഹയത്തിലെ താമസക്കാരെല്ലാം ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. വീട്ടിലേക്ക് സ്വാഗതം. എന്തൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആണ് ഫൈസലിനോട് പറഞ്ഞത്? അങ്ങനെ ഒരു സ്പെസിഫിക് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിരിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ കുട്ടികൾക്ക് കളിക്കണം, കുട്ടികൾക്ക് ഓടി നടക്കണം. അപ്പോൾ അത് മുറ്റാണെങ്കിലും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും പിന്നെ സ്ഥലം വേണം. അപ്പം പണ്ടൊക്കെ നമ്മൾ കുട്ടികൾ ചെറുതായിരുന്ന സമയത്ത് ഒരു സൈക്കിൾ ഓട്ടാൻ പോലും ശരിക്കും സ്ഥലം ഉണ്ടാവും. ഒരു റൂമിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്ക് അവിടെ ബ്ലോക്കായി, അല്ലെങ്കിൽ അവിടെ ഒരു പടി ഉണ്ടാവും. അപ്പോൾ അതൊന്നും വേണ്ട, ഒക്കെ ഫ്ലാറ്റിൽ തന്നെ ആയ കുട്ടികൾക്ക് കളിക്കാനൊരു സുഖമാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ആക്കണം എന്ന് പറഞ്ഞത്. കോമൺ ഏരിയാസിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂംസേ കൊടുത്തിട്ടുള്ളത്. അത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. 3 ബെഡ്റൂം മതി തുടക്കത്തിൽ നിന്ന് വിചാരിച്ചാണ്. പിന്നീട് 4 കുട്ടികളുണ്ടാകുമ്പോൾ എന്തായാലും ബെഡ്റൂം വേണ്ടി വരും. അപ്പം വേണമെങ്കിൽ ഉണ്ടാക്കാം എന്നുള്ളതുകൊണ്ട് ഫ്ലാറ്റ് റൂഫ് ഒഴിച്ചിട്ടു. പിന്നെ കോമൺ ഏരിയയിലാവുമല്ല എപ്പോഴും എല്ലാവരും ഉണ്ടാവുക. ആരും ബെഡ്റൂമിൽ ആരും ഉണ്ടാവില്ലല്ലോ, എല്ലാവരും കോമൺ ഏരിയ. അപ്പോൾ കോമൺ ഏരിയയിൽ തന്നെ ലാവിഷായിട്ട് ഇരിക്കട്ടെ എന്നുള്ള ആൾക്കാണ് കോമൺ ഏരിയ. ഹോം മേക്കറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ പറഞ്ഞിരുന്നോ? എന്നോട് കൂടെ ചോദിച്ചിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അല്ലേ? കുക്കിങ്ങിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നുണ്ടോ, അതോ അത് കൺവീനിയൻസ് ആയിട്ട് തന്നെയാണോ? കൺവീനിയൻ്റ് ആണ്. വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പോട്ട് ചോദിച്ചാൽ ഏതായിരിക്കും? പൂൾ ഏരിയ. പൂൾ ഏരിയ ആണ്. നിങ്ങൾ നേരത്തെ മനസ്സിൽ കണ്ട വീട് അതുപോലെ ഇപ്പോൾ കംപ്ലീറ്റ് ആയി ഇവിടെ താമസിക്കുന്നു. അത് താരതമ്യം ചെയ്യുമ്പോൾ 10-ൽ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? ഇത് ഫസ്റ്റ് വരച്ച പ്ലാനാണ്. അതായത് ഒരു പ്ലാൻ എക്സ്റ്റീരിയർ എലിവേഷനിൽ ഒരൊറ്റ പ്രാവശ്യം പോലും റീഡ്രോ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് വരച്ച പ്ലാന് അതങ്ങനെ തന്നെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 മാർക്ക് തന്നെ കൊടുക്കണം. ഈ വീട്ടിൽ എത്രമാത്രം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് ആ വാക്കുകളിൽ നിന്ന് അറിയുന്നുണ്ട്. ഏതായാലും വീടിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി. നാച്ചുറൽ സ്റ്റോണിൻ്റെ വളരെ സൗന്ദര്യാത്മകമായ ഉപയോഗമാണ് ഹയാത്ത് എന്ന ഈ വീടിൻ്റെ എലിവേഷനെ ഏറെ പ്രത്യേകതയുള്ളതാക്കുന്നത്. ഇനി അകത്തളങ്ങളിലേക്ക് വന്നാൽ തരംഗങ്ങൾ എന്നുള്ള ആ ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് വളരെ ക്ലാസിക് ശൈലിയിലുള്ള രൂപകൽപ്പന ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാത്തിലും ഉപരിയായി ഇൻറ്റീരിയർ ഡിസൈനറുടെ ആ ഒരു ക്രിയാത്മകതയ്ക്കൊപ്പം വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ സജീവ പങ്കാളിത്തത്തോടെ ഈ വീട് പണിതതിൻ്റെ എല്ലാ നന്മകളും ഹയാത്തിനുണ്ട്. വീടിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഫീഡ്ബാക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, വീട്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഇമെയിൽ ID veed@mmtv.in. വെബ്സൈറ്റ് അഡ്രസ് manoramanews.com. ഇപ്പോൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് വീടിൻ്റെ മുൻ അധ്യായങ്ങൾ ഓൺലൈനായി കാണാം. ചാനൽ അഡ്രസ് youtube.com/manorama news.